إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين أيها المؤمنون والمؤمنات أوصيكم أولا بتقوى الله. ഏറ്റവും പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക രക്ഷിതാവും നിയന്താവും പരമ കാരുണികനും കരുണാനിധിയുമായ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതം കഴിവിന്റെ പരമാവധി തഖ്വയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ചിട്ടപ്പെടുത്തണമേ എന്ന് ആമുഖമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, ശക്തിയായി വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ തൃപ്തിപ്പെട്ട യഥാർത്ഥ മുത്തഖികളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നമസ്കാരത്തിൽ ഉണ്ടാകേണ്ട ചിട്ടകളെ കുറിച്ചും കുടുംബത്തെ നമസ്കാരത്തിന് പ്രോത്സാഹിപ്പിക്കേണ്ടുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചുമാണ് കഴിഞ്ഞ ഖുതുബയിൽ ഞാനും നിങ്ങളും മനസ്സിലാക്കിയത്. നമസ്കാരം അല്ലാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ഏറ്റവും ഭക്തിയുള്ള അനിർവചനീയമായിട്ടുള്ള ഒരു ആരാധനയാണ് നമസ്കാരം. പല ആളുകളുടെയും പരാതി നമസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വേണ്ടത്ര ഭക്തി ലഭിക്കുന്നില്ല. ഭൗതികപരമായ പല കാര്യങ്ങളും, കച്ചവട സംബന്ധമായ കാര്യങ്ങൾ, ജോലി സംബന്ധമായ കാര്യങ്ങൾ, മറ്റു കുടുംബ സംബന്ധമായ കാര്യങ്ങൾ, നമ്മൾ മറന്നുപോയ പല കാര്യങ്ങളും ഭൗതികമായ പല കാര്യങ്ങളും ഓർമ്മയിലേക്ക് എത്തുന്നത് നമസ്കാരത്തിലാണ് എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട്. നമസ്കാരം ഭക്തിപൂർണമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആലോചിക്കുക. നമസ്കാരം ഭക്തിയുള്ളതാക്കണമെങ്കിൽ നമ്മുടെ ജീവിതം ഭക്തിയുള്ളതാക്കണം എന്നുള്ളതാണ് അതിന് പറയാനുള്ള ഏക പ്രതിവിധി. നമ്മൾ തോന്നിയതുപോലെ ജീവിച്ച്, തോന്നിയത് പറഞ്ഞ്, തോന്നിയത് ചിന്തിച്ച്, നമുക്കിഷ്ടപ്പെട്ട രൂപത്തിലൊക്കെ ജീവിച്ച് നമസ്കരിക്കാൻ വന്നു നിന്നാൽ
ആ 2, 3, 4 മിനിറ്റ് പ്രത്യേകമായിട്ടുള്ള ഭക്തി ഇങ്ങോട്ട് ആശ്ലേഷിക്കണം, അതല്ലെങ്കിൽ ആ ഭക്തി ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. ഇസ്ലാം ഭക്തിയെക്കുറിച്ച് അഥവാ ദിക്റിനെ കുറിച്ച്, ദിക്റുള്ളയെ കുറിച്ച് പറയുന്നിടത്തൊക്കെ ആരാധനാ വേളയിൽ മാത്രമല്ല, ആരാധനകൾ കഴിഞ്ഞാലും ഒരു മനുഷ്യന് തഖ്വയുണ്ടോ, ഭക്തിയുണ്ടോ, സൂക്ഷ്മതയുണ്ടോ, അയാൾക്ക് അയാളുടെ ആരാധനാ വേളയിലും അത്തരത്തിലുള്ള തഖ്വയും സൂക്ഷ്മതയും കൊണ്ടുവരാൻ കഴിയും. ഒരു മനുഷ്യന്റെ പച്ചയായ ജീവിതത്തിൽ അവൻ സൂക്ഷ്മത പാലിക്കുന്നില്ല എങ്കിൽ അവന്റെ നമസ്കാരത്തിലോ മറ്റു ആരാധനകളിലോ അവന് സൂക്ഷ്മത സംശീകരിക്കുവാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ജുമുഅയെ കുറിച്ച് ഖുർആൻ പറഞ്ഞിടത്ത് യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച നിങ്ങൾക്ക് ജുമുഅയിലേക്ക് വിളിക്കപ്പെട്ടാൽ, നമസ്കാരത്തിലേക്ക് എന്നല്ല, ജുമുഅയിലേക്ക് വിളിക്കപ്പെട്ടാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാ, അല്ലാഹുവിന്റെ ഉത്ബോധനത്തിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരണേ എന്നാണ്. നമ്മുടെ പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത് നമസ്കാരത്തിലേക്ക് എത്തിയാൽ മതി, അങ്ങനല്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിലേക്ക് അഥവാ ഖുത്ബ കേൾക്കാൻ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഉത്ബോധനത്തിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരണം. ഫസ്ഔ ഇലാ ദിക്രില്ലാ വദറുൽ ബൈഅ, കച്ചവടം ഒഴിവാക്കണം, മറ്റു ഇടപാടുകളൊക്കെ അവിടെ വെച്ച് നിർത്തി വേഗം എന്ത് ചെയ്യണം, പള്ളിയിലേക്ക് എത്തണം. എന്നിട്ട് ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഫഇദാ ഖുദിയത്തിസ് സ്വലാത്ത്, നമസ്കാരം തീർന്നാൽ, ജുമുഅ കഴിഞ്ഞാൽ, ഫൻതശിറൂ ഫിൽ അർളി, പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഭൂമിയിലേക്ക് വ്യാപിക്കാം. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കണം എന്നല്ല പറഞ്ഞത്, മറിച്ച് നമസ്കാരം കഴിഞ്ഞ് എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക് വേണ്ടി, നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പോകണം. വബ്തഊ മിൻ ഫളില്ലാ, അല്ലാഹുവിന്റെ ഫളിൽ തേടിക്കൊണ്ട്, നിങ്ങൾ കച്ചവടക്കാരനാണോ, കൃഷിക്കാരനാണോ, ഉദ്യോഗസ്ഥനാണോ, ജോലിക്കാരനാണോ, ആരായിക്കോട്ടെ, നിങ്ങളുമായി ബന്ധപ്പെട്ട ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകണം. പക്ഷേ വദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം. വദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം. കസീറൻ, ധാരാളമായി. നിങ്ങൾ നമസ്കാരത്തിൽ അള്ളാഹുവിനെ ഓർത്തതിനേക്കാൾ കൂടുതൽ നിങ്ങൾ കച്ചവടം ചെയ്യുമ്പോ, നിങ്ങൾ ജോലി ചെയ്യുമ്പോ, നിങ്ങൾ ഇടപാടുകൾ ചെയ്യുമ്പോ, നിങ്ങൾ മറ്റാളുകളുമായി ബന്ധപ്പെടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അള്ളാഹുവിനെ സ്മരിക്കണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, എന്നാൽ നിങ്ങൾ വിജയിച്ചവരായേക്കാം. എന്താ ഖുർആൻ പറഞ്ഞത്? നമസ്കരിക്കുമ്പോ മാത്രം ഉണ്ടാകേണ്ട പ്രത്യേകമായ ഒന്നല്ല ഖുശൂ, ഭക്തി, സൂക്ഷ്മത, തഖ്വ. മറിച്ച് നമസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു പോയാലും, പള്ളിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയാലും, നമ്മുടെ ജീവിതത്തിലെ സന്ധാരണ വേളകളിൽ മുഴുവനായി ഈ ഒരു സൂക്ഷ്മത ഈ കൈവരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടെ നമസ്കാരത്തിലും സൂക്ഷ്മത പാലിക്കാൻ കഴിയും. നമ്മുടെ ആളുകളുടെ അവസ്ഥയാണ്, നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ നൂറുകണക്കിന് ആയിരക്കണക്കിന് റീലുകൾ കണ്ടിരിക്കുന്ന സ്വഭാവം ആളുകൾക്കുള്ളത്. 30 സെക്കൻഡുള്ള 1 മിനിറ്റുള്ള റീലുകൾ 100, 200, 500 വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇത് കണ്ടിരിക്കുക സ്വാഭാവികമാണല്ലോ. നമ്മുടെ മനസ്സിലേക്ക് എന്താണോ നമ്മൾ കൊണ്ടുവരുന്നത്, നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ അത് ഓർമ്മ ഉണ്ടാകും. അതുകൊണ്ട് നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഖുശൂ ഉണ്ടാകണമെങ്കിൽ, തഖ്വ ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമസ്കാരമല്ലാത്ത സമയത്ത് എന്ത് ചെയ്യണം, അള്ളാഹിനെ കുറിച്ചുള്ള ഒരു ബോധം, ഒരു പേടി, ഒരു തഖ്വ, ഒരു ഖുശൂ നമുക്കുണ്ടെങ്കിൽ നമസ്കരിക്കുമ്പോഴും നമുക്കെന്നുണ്ടാകുന്നത് അത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു കാര്യം, ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഖുർആൻ പറയാം. സ്വാഭാവികമായിട്ട് ആ മസ്ജിദുൽ ഹറമിലേക്ക് എത്തിച്ചേർന്നാൽ, ആ ഇഹ്റാമിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ കാര്യങ്ങളൊക്കെ മറക്കുക, വീട്ടുകാരെയും കുടുംബക്കാരൊക്കെ മറന്ന് ആ തവാഫ് ചെയ്യുമ്പോഴൊക്കെ അനിർവചനീയമായ തവാഫും സഅയൊക്കെ ചെയ്യുമ്പോ നമ്മൾ നിർവചിക്കാൻ കഴിയാത്ത ഒരനുഭൂതിയാണ്
നമ്മുടെ മനസ്സിലേക്കൊക്കെ വന്നെത്താറുള്ളത്. എന്നാൽ ഖുർആൻ പറഞ്ഞ കാര്യം എന്താ അറിയോ? ഫഇദാ ഖളൈതും മനാസികക്കും, ഹജ്ജിന്റെ കർമ്മങ്ങൾ തീർന്നാൽ ഫദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണേ എന്നാ പറഞ്ഞത്. ഹജ്ജിന്റെ സമയത്ത് അല്ലാഹുവിനെ ഓർക്കുമെന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല. ഹജ്ജ് കഴിഞ്ഞ് നിങ്ങൾ ഇഹ്റാമിൽ നിന്ന് തഹല്ലുലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അല്ലാഹുവിനെ ഓർക്കണം. കദിക്റുക്കും ആബാഅക്കും, നിങ്ങൾ നിങ്ങളുടെ പിതാക്കളെ ഓർക്കുന്നതിനേക്കാൾ. രണ്ട് വിശദീകരണങ്ങളുണ്ട്. ഒന്ന്, ജാഹിലിയ കാലഘട്ടത്തിൽ ഹജ്ജ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഇടപാട് എന്താണെന്നറിയോ? ഉക്കാല്, മജാസ് പോലെയുള്ള ചന്തകൾ ഒരുമിച്ച് കൂടി അവരുടെ കുടുംബത്തിന്റെ പിതാക്കളുടെ മദ്ഹ് പറയലാണ്. അതാണെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തത്, ഹജ്ജിന്റെ കർമ്മങ്ങൾ കഴിഞ്ഞാൽ പിന്നെയാണ് വീട്ടുകാരെ കുറിച്ചൊക്കെ ഓർമ്മ ഉണ്ടാകുക. അതാണെന്ന് വിശദീകരണമുണ്ട്. ഏതായിരുന്നാലും ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ കഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം. കദിക്റുക്കും ആബാഅക്കും, നിങ്ങൾ നിങ്ങളുടെ പിതാക്കളെ ഓർക്കുന്നതിനേക്കാൾ ഔ അശദ്ദ ദിക്റ, അതിനേക്കാൾ ശക്തമായ ഒരു ദിക്ർ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ എപ്പോണ്ടാകണം? ഹജ്ജിലുണ്ടാകുമ്പോഴല്ല, ഹജ്ജിൽ നിന്ന് വിട വാങ്ങിയാൽ. നോക്കൂ, നിങ്ങൾ ആരാധനയിൽ ഭക്തി ഉണ്ടാകണമെങ്കിൽ, ആരാധനയിൽ ഒരു മനുഷ്യന് സൂക്ഷ്മത ഉണ്ടാകണമെങ്കിൽ, ആരാധനകളില്ലാത്ത ഒഴിവ് സമയങ്ങളിൽ സൂക്ഷ്മത, ഭക്തി, ദിക്റുള്ള അവന്റെ മനസ്സിലേക്ക് ആർജിച്ചെടുക്കാൻ, അവന്റെ സംസാരത്തിൽ, അവന്റെ ഇടപാടുകളിൽ, അവന്റെ മനസ്സിൽ, അവന്റെ ചെയ്തികളിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ ആരാധനാ കർമ്മങ്ങളിലും സൂക്ഷ്മതയുണ്ടാക്കിയെടുക്കാൻ അവന് സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. അല്ലാഹുവിനെ ഓർക്കുന്ന ഒരു മനുഷ്യൻ, അല്ലാഹുവിനെ ഓർക്കാത്തൊരു മനുഷ്യൻ, ഹയ്യും മയ്യത്തിന്റെയും വ്യത്യാസം ഉണ്ടെന്നാണ്. ഹയ്യ് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ഒരാൾ, മയ്യത്ത് എന്ന് പറഞ്ഞ മരിച്ചൊരാൾ. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട്, അള്ളാഹുവിന് നന്ദി ചെയ്തുകൊണ്ട്, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവൻ സജീവനാണ്. മറ്റാള് നിർജീവനാണ്. ആ ഒരു വ്യത്യാസം ഉണ്ടെന്നാണ്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞെന്താണ്? ശാരീരികമായിട്ടുള്ള കാര്യമല്ല, മറിച്ചെന്താണ്? ഒരു സൈക്കോളജിക്കലായിട്ടുള്ള, ഒരു സ്പിരിച്വലായിട്ടുള്ള ഒരു ഉണർവ്. അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ പരമേൽപ്പിക്കുമ്പോ എനിക്കെന്റെ റബ്ബ് മതി, ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി, അവനുണ്ട് കാര്യങ്ങൾ ഏൽപ്പിക്കാൻ. അല്ലാഹു സമദ്, അല്ലാഹു എന്റെ അത്താണിയാണ്, എന്റെ കാര്യങ്ങൾ പറയാൻ, എന്റെ കാര്യങ്ങൾ കേൾക്കാൻ, എനിക്കെന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ റബ്ബ് മതി. ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. തന്റെ അടിമക്ക് തന്റെ ദാസൻ അല്ലാഹു പോരെ എന്ന് ഖുർആൻ ചോദിച്ച അല്ലാഹു മതി എന്ന് പറയുന്ന തലത്തിലേക്ക് അവൻ ഉയരും എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന് നോക്കൂ നിങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അബീ ഹുറൈറ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലുല്ലാഹു തആല, അല്ലാഹ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഈ ഹദീസ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാം. അല്ലാഹു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞത്? അന ഇൻദ ലന്ന അബ്ദി ബി, എന്നെ കുറിച്ച് എന്റെ ദാസൻ, എന്നെ കുറിച്ച് എന്റെ അടിമ എന്താണോ വിചാരിക്കുന്നത് അതായിരിക്കും ഞാൻ. വഅന മഅഹു ഇദാ ദക്കർനി, അവൻ എന്നെ ഓർത്തിരിക്കുമ്പോഴെല്ലാം, അവൻ എന്നെ ഓർത്തിരിക്കുമ്പോഴെല്ലാം വഅന മഅഹു, ഞാൻ അവന്റെ കൂടെയുണ്ട്. അല്ലാഹു എങ്ങനെയാണ്? ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കുമ്പോ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതാ പടച്ചോൻ പറഞ്ഞത്, എന്റെ അടിമ എന്നെ ഓർത്തുകൊണ്ടിരിക്കുമ്പോ ആ അടിമയുടെ കൂടെ ഞാൻ ഉണ്ടാകും. എന്നാലോ ഫഇൻ ദക്കർനി ഫീ നഫ്സി, അവൻ തന്റെ മനസ്സിൽ എന്നെ സ്മരിച്ചാൽ ദക്കർതുഹു ഫീ നഫ്സി, അല്ലാഹു അവനെയും സ്മരിക്കുന്ന. നമ്മുടെ മനസ്സിൽ പടച്ചോനെ
തമ്പുരാനെ, അല്ലാഹുവേ, രക്ഷിതാവേ, റബ്ബേ എന്നൊരു തേട്ടമുണ്ടായാൽ, എന്നൊരു ചിന്ത ഉണ്ടായാൽ അല്ലാഹു നമ്മളെ കുറിച്ചും ആലോചിക്കുന്ന, മാത്രമല്ല വഇൻ ദക്കർനി ഫീ മലാഇൻ, അവൻ ഒരു കൂട്ടത്തിൽ വെച്ചുകൊണ്ട് എന്നെ സ്മരിച്ചാൽ, ഒരുപാട് ആളുകളുള്ള സ്ഥലം, അവിടെ വെച്ച് എന്നെ സ്മരിച്ചാൽ ദക്കർതുഹു ഫീ മലാഇൻ ഖൈറിൻ മിൻകുന്ന, അതിനേക്കാൾ വലിയ കൂട്ടത്തിൽ വെച്ച് അല്ലാഹു എന്ത് ചെയ്യും? അവനെയും സ്മരിക്കുമെന്നാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്ന നേട്ടം എന്ന് പറയുന്നത് എന്താ? അവന് ലഭിക്കുന്ന നേട്ടം അവനെയും അള്ളാഹുവിന് അവന്റെ കാര്യവും ഓർമ്മ ഉണ്ടാകും, അള്ളാഹു അവനെയും സ്മരിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. മാത്രമല്ല അത് ഏറ്റവും കൂടുതൽ നമുക്ക് നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറഞ്ഞത്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവുമായിട്ട് ആദ്യമായി സംസാരിക്കുക. അദ്ദേഹത്തോട് എന്ത് ചെയ്തു? ഒരു പ്രത്യേകമായ തൂരി സീന മലയിലേക്ക് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി. എന്താ ആദ്യമായി പറഞ്ഞത്? നിന്റെ വലത്തെ കയ്യിൽ എന്താണ് എന്നൊക്കെ ചോദിച്ചതൊക്കെ ചരിത്രറിയാം. എന്താ പറഞ്ഞത്? അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. വഅഖിമിസ് സ്വലാത്ത, നീ നമസ്കാരം നിർവഹിക്കണം. ലിദിക്രി, എന്തിനു വേണ്ടി? എന്നെ ഓർക്കാൻ, എന്നെ സ്മരിക്കാൻ, എന്നെ കുറിച്ച് ആലോചിക്കാൻ, എന്നെ കുറിച്ചുള്ള ചിന്തയുണ്ടാകാൻ, എന്നിലേക്ക് അടുക്കാൻ, എന്നിൽ നിന്റെ മനസ്സ് ഏറ്റവും നല്ല അനുഭൂതി ഉണ്ടാക്കാൻ നീ എന്ത് ചെയ്യണം? നീ നമസ്കരിക്കണം. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കണേ. ദിക്റൻ കസീറാ, ധാരാളമായി അല്ലാഹുവിനെ ധാരാളമായി നിങ്ങൾ സ്മരിച്ചുകൊണ്ടിരിക്കണേ. അത് നിങ്ങൾ കണക്കൊന്നുമില്ല. നമസ്കാര ശേഷം തീയിട്ടുണ്ട് ദിക്റുകൾക്ക് ചില എണ്ണങ്ങളുണ്ട്. അതല്ലാതെ ജീവിതകാലം മുഴുവൻ എന്താണ് ചില ആളുകൾ ഇങ്ങനെ കിടുക്കിട് എണ്ണി നടക്കാറുണ്ട്. അത് ആവശ്യമില്ല. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കാൻ, അള്ളാഹുവിന് ധാരാളമായി ദിക്ർ ചെയ്യാൻ, ദിക്റൻ കസീറ വസബ്ബഹു, മാത്രമല്ല അവനെ മഹത്വപ്പെടുത്തുവിൻ, ബുക്റതൻ വഅസീല, രാവിലെയും വൈകുന്നേരവും. അപ്പോ പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും അവനെ ധാരാളമായി ഓർത്തുകൊണ്ട് നല്ല ആളുകളായി അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ നമസ്കരിക്കേണ്ടത്. നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ഇടപെടേണ്ടത്. അത് നമ്മുടെ ഭൗതികമായ കാര്യമായിക്കോട്ടെ, എന്തായിക്കോട്ടെ, ജോലിയായിക്കോട്ടെ, ഭൗതികമായിക്കോട്ടെ, രാഷ്ട്രീയമായിക്കോട്ടെ, മറ്റു ഏത് മേഖലയായിക്കോട്ടെ, എല്ലായിടത്തും എന്ത് വേണം? അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ ഉണ്ടാകണം എന്നുള്ളതാണ്. കാരണം നമ്മുടെ നമസ്കാരത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തെറ്റിക്കാൻ പ്രത്യേകമായി ചില പിശാചുക്കളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നാണ്. ഒരിക്കൽ ഒരു സഹാബി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറയാം, അല്ലയോ പ്രവാചകനെ, നമസ്കരിക്കാൻ നിൽക്കുമ്പോ വേണ്ടത്ര ഭക്തി ലഭിക്കുന്നില്ല. നമസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വരിക. ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞു, അത് നമസ്കാരത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കുന്ന ഹൻസർ, അതല്ലെങ്കിൽ ഹിൻസർ എന്ന് പറയുന്ന ഒരു പിശാചുണ്ട്. ആ പിശാചിന്റെ പണി എന്താ അറിയോ? നമസ്കരിക്കാൻ നിൽക്കുന്ന ആളുകളുടെ നമസ്കാരത്തിന്റെ ഏകാഗ്രത, നമസ്കാരത്തിന്റെ കോൺസെൻട്രേഷൻ അത് തകർക്കുക എന്നുള്ള ലക്ഷ്യം മാത്രം മുമ്പിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ചില പിശാചുക്കളുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് നമസ്കരിക്കുമ്പോ നമസ്കരിക്കുമ്പോ സ്വാഭാവികമായിട്ടുള്ള ഒരു കർമ്മമല്ല. നമ്മൾ പറഞ്ഞല്ലോ, അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത ഒന്ന് അവന് ശുക്ർ ചെയ്യുകയാണ് എന്നാണ്. മഹാനായ ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം 31-ാം അധ്യായം സൂറ ലുക്മാൻ 12-ാമത്തെ വചനത്തിൽ അങ്ങനെ പറയാം,
വലഖദ് ആതൈനാ ലുക്മാനൽ ഹിക്മ അനിഷ്കുർ ലില്ലാഹ്. വലഖദ് ആതൈനാ ലുക്മാനൽ ഹിക്മ. ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അല്ലാഹു എന്ത് ചെയ്തു? വിജ്ഞാനം നൽകി, തത്വജ്ഞാനം നൽകി. അനിഷ്കുർ ലില്ലാഹ്, അല്ലാഹുവിന് നീ നന്ദി ചെയ്യണം. ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളെക്കാൾ വിവരവും വിവേകവും നൽകി. അതിനെന്താണ് പ്രത്യുപകാരം ചെയ്യേണ്ടത്? അനിഷ്കുർ ലില്ലാഹ്, അല്ലാഹുവിന് നന്ദി ചെയ്യണം. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് എന്താ? ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവരെക്കാൾ നല്ല വിജ്ഞാനം എനിക്ക് കിട്ടി, മറ്റുള്ളവരെക്കാൾ നല്ല വിദ്യാഭ്യാസം കിട്ടി, മറ്റുള്ളവരെക്കാൾ നല്ല ജോലി കിട്ടി, മറ്റുള്ളവരെക്കാൾ നല്ല ബിസിനസ് ഉണ്ടായി, മറ്റുള്ളവരെക്കാൾ നല്ല തറവാടിത്തമുണ്ടായി, മറ്റുള്ളവരെക്കാൾ നല്ല സാമ്പത്തികമായിട്ടുള്ള മെച്ചമുണ്ടായി. നമ്മൾ എന്ത് ചെയ്യണം? അനിഷ്കുർ ലില്ലാഹ്, അല്ലാഹുവിന് നന്ദി ചെയ്യണം. ഇസ്ലാമിൽ 2 പ്രവാചകന്മാരുടെ, രാജാക്കന്മാരായ, ചക്രവർത്തിമാരായ, ലോകം അടക്കി ഭരിച്ച 2 പ്രവാചകന്മാരുടെ, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുന്നിടത്ത് എന്താണ്? അനിഷ്കുർലി, എനിക്ക് നന്ദി ചെയ്യണമെന്നാ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം, എനിക്ക് എല്ലാം നൽകിയത് എന്റെ റബ്ബാണ്. ഒരിക്കൽ റസൂല് പറയാ, നാളെ പരലോകത്ത് വരുമ്പോ ഓരോ മനുഷ്യരെയും ഇങ്ങനെ നിർത്തിക്കൊണ്ടെന്ന് ചോദിക്കുമത്രേ, അലം ഉക്കിരിമുക്ക, നിന്നെ ഞാൻ ശ്രേഷ്ഠനാക്കിയില്ലേ? നിനക്ക് ഞാൻ പദവികൾ നൽകിയില്ലേ? അലം യജ്അല്ലക സമീഅൻ ബസീറ, നിനക്ക് കേൾവി തന്നില്ലേ? നിനക്ക് കാഴ്ച തന്നില്ലേ? അലം ഉസവ്വിജുക, നിനക്ക് നല്ല കുടുംബം തന്നില്ലേ? നിനക്ക് നല്ല ഇണയെ, നല്ല മക്കളെ, നല്ല കുടുംബത്തൊക്കെ തന്നില്ലേ? എന്ന് പറഞ്ഞ നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും റബ്ബ് തന്നതാണ്. നമ്മുടെ കഴിവുകൊണ്ടോ, നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ, അതല്ലെങ്കിൽ നമ്മുടെ മേന്മ കൊണ്ടോ, നമ്മുടെ തറവാടിത്തം കൊണ്ടോ ഉണ്ടായതല്ല. അങ്ങനെയാണെങ്കിൽ എന്താണ്? നമ്മളെക്കാൾ വിവരമുള്ള ആളുകൾ ലോകത്തുണ്ടല്ലോ, നമ്മളെക്കാൾ തറവാടിത്തുള്ള ആളുകളുണ്ടല്ലോ, നമ്മളെക്കാൾ സമ്പന്നരായ ആൾക്കാരുണ്ടല്ലോ, നമ്മളെക്കാൾ ആരോഗ്യശേഷിയുള്ള ആളുകളുണ്ടല്ലോ. അവർക്കൊന്നും ലഭിക്കാത്ത പ്രത്യേകമായ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് ഈ മനുഷ്യൻ നാളെ പരലോകത്ത് പറയും, അത്ര ബല, പടച്ചോനെ എനിക്ക് അനുഗ്രഹങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ പടച്ചോനടുത്ത ചോദ്യം എന്താ അറിയോ? അഫലനൻത അന്നക മുലാഖി, നീ എന്നെ കണ്ടുമുട്ടുമെന്ന് നീ വിചാരിച്ചിട്ടില്ലേ? നീ മരിച്ചുപോയി കഴിഞ്ഞാൽ ഈ ലോകത്ത് നിനക്ക് ഞാൻ പദവികൾ തന്നു, അധികാരം തന്നു, നിന്നെ വാർഡിന്റെ കൗൺസിലറാക്കി, പഞ്ചായത്തിന്റെ പ്രസിഡന്റാക്കി, അല്ലെങ്കിൽ MLA ആക്കി, MP ആക്കി, അല്ലെങ്കിൽ നാട്ടിൽ സ്ഥാനമുള്ളവനാക്കി, അല്ലെങ്കിൽ സമ്പന്നനാക്കി, നല്ല ജോലിക്കാരനാക്കി, ഉദ്യോഗസ്ഥനാക്കി, നല്ല കച്ചവടക്കാരനാക്കി. പടച്ചോൻ ചോദിക്കാം, നാളെ എന്നെ കണ്ടുമുട്ടുമെന്ന് നീ വിചാരിച്ചിട്ടില്ലേ? ഈ മനുഷ്യൻ തെറ്റായ രൂപത്തിൽ ജീവിച്ച ആളുകൾ പറയുമത്രേ, ലാ യാ റബ്ബി, ഇല്ല, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. ആ സമയത്ത് പടച്ചോൻ പറയത്രേ, ഫഇന്നി അൻസാക, എന്നാൽ നിന്റെ കാര്യം ഇന്ന് ഞാൻ മറന്നു പോവുകയാണ്. കമാ നസീതനി, ദുനിയാവിൽ നീ എന്നെ മറന്നല്ലോ, ദുനിയാവിൽ നീ എന്നെ മറന്നതുകൊണ്ട് ഈ പരലോകത്ത് വരുമ്പോ നിന്റെ കാര്യവും ഞാൻ മറന്നു പോകുന്നു എന്ന് അല്ലാഹു പറയുമെന്നാണ്. നമ്മൾ സാധാരണ ഖുർആനിൽ ഓതാറുണ്ടല്ലോ, വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും. എന്താണ്? അല്ലാഹുവിനെ മറന്നുപോയ ആളുകള്, ഫഅൻസാഹും അൻഫുസഹും, അവർ അവരെ തന്നെയാണ് മറന്നുപോയിട്ടുള്ളത്. ഈ ലോകത്ത് നമ്മൾ വിചാരിക്കുന്നത് അല്ലാഹുവിനെ മറന്നുപോയ ആളുകളൊക്കെ ഇവിടെ അടിച്ചു പൊളിച്ചു ജീവിക്കുന്നുണ്ടല്ലോ. മതമില്ലാത്ത ആളുകൾ, മതനിഷേധികളായ ആളുകൾ, ലെസ്ബിയൻസ് ആയിട്ടുള്ള കപ്പിളുകൾ, അതേപോലെ തന്നെ ഈ ലോകത്ത് പടച്ചോനെ കുറിച്ച് യാതൊരു വിചാരമില്ലാത്ത ആൾക്കാരെന്താണ് ഇവിടെ നല്ല രൂപത്തിൽ ജീവിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ നാളെ പരലോകത്ത് വരുമ്പോ അല്ലാഹ് പറയാ, നിങ്ങൾ എന്നെ മറന്നു കഴിഞ്ഞാൽ ഫഅൻസാഹും അൻഫുസഹും, നിങ്ങൾ നിങ്ങളെ തന്നെയാണ് മറന്നു പോകുന്നത്. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അത്തരക്കാരാണ് തോന്നിവാസികൾ.
അത്തരക്കാരാണ് തോന്നിവാസികൾ. അതുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുന്ന, അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്ന, അള്ളാഹുവിന്റെ ദിക്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകളിൽ ഉൾപ്പെടുക. റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള വിശ്വാസികളിൽ നമ്മയെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വലാഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അൽ ഫായിസീൻ ഫമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് ആമുഖമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, ശക്തിയായി വസിയ്യത്ത് ചെയ്യുകയാണ്. പറഞ്ഞു വന്നത്, അള്ളാഹുവിനെ നാം ഓർക്കുന്നത്, അള്ളാഹുവിന് നാം നന്ദി ചെയ്യുന്നത് നമുക്ക് വേണ്ടി തന്നെയാണ്. വമൻ യഷ്കുർ, ആരെങ്കിലും നന്ദി ചെയ്യുന്നുണ്ടെങ്കിൽ ഫഇന്നമാ യഷ്കുറു ലിനഫ്സിഹി, അവൻ അവന് വേണ്ടി തന്നെയാണ് നന്ദി ചെയ്യുന്നത്. നമ്മൾ ആരാധനകൾ നടത്തുന്നുണ്ടെങ്കിൽ, നമ്മൾ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ നോമ്പെടുക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ സക്കാത്ത് നിർവഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഹജ്ജ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റാർക്കും വേണ്ടിയല്ല. ഫഇന്നമാ യഷ്കുറു ലിനഫ്സിഹി, നമുക്ക് വേണ്ടി തന്നെയാണ്. വമൻ കഫറ, ആരെങ്കിലും നിഷേധിച്ചു കഴിഞ്ഞാൽ ഫഇന്നല്ലാഹ അലിയ്യുൻ ഹമീദ്, അല്ലാഹു ധന്യനാണ്, അല്ലാഹു സ്തുത്യർഹനാകുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആരാധനയിലൂടെ ആ ഓർമ്മകൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്ന ആളുകളിൽ നമ്മയെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി പറയണത്, നമസ്കാരത്തിൽ വരുമ്പോഴല്ല ഭക്തി ഉണ്ടാക്കേണ്ടത്. ഇപ്പൊ നമസ്കാരത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് ഒരുക്കങ്ങളുണ്ട്. വീട്ടിൽ നിന്ന് വുളു ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഓരോ കാലടിക്കും കൂലിയുണ്ട്, നമുക്കറിയാം. വുളുവിന് കൂലിയുണ്ട്. അപ്പൊ നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരുപാട് പ്രിപ്പറേഷൻ ഉണ്ട് നമുക്ക്. ജോലിക്കാര്, ജീവനക്കാര്, കട ഒക്കെ നടത്താൻ അവരെന്ത് ചെയ്യും? ആ 12-20 ആകുമ്പോഴേക്ക് കട പൂട്ടാനുള്ള ഒരുപാട് ഒരുക്കങ്ങൾ, അതിനൊക്കെ കൂലിയുണ്ട്. നമ്മൾ ആലോചിക്കുക, അതൊക്കെ നമ്മുടെ ദിക്റിന്റെ ഭാഗമാണ്. അതുകൊണ്ട് നമസ്കാരത്തിൽ വന്നിട്ട് കൈകെട്ടുമ്പോഴല്ല നമുക്ക് ഭക്തി ഉണ്ടാകേണ്ടത്. ജീവിതത്തിൽ എല്ലാ സമയത്തും ഭക്തി ഉണ്ടെങ്കിൽ നമസ്കാരത്തിലും ഖുശൂ ഉണ്ടാകും, നമസ്കാരത്തിലും ഖുളൂ ഉണ്ടാകും, നമസ്കാരത്തിലും അങ്ങനെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമുക്കറിയാം നമ്മുടെ നാടിന്റെ നാനാഭാഗങ്ങളിൽ, നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തൊക്കെ SIR സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ ആളുകൾ പലരും എന്താണ് ഇന്ന് ബേജാറായിരിക്കുന്ന അവസ്ഥയുള്ളത്. നമ്മൾ ബേജാറാകേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ജാഗ്രത ഉണ്ടായാൽ മതി. എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെയുള്ള, നമ്മുടെ നാട്ടിൽ നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങളാണ് BLOമാരായിട്ട് വരുന്നത്. പല ആളുകൾ അവരെ ചോദ്യം ചെയ്യാനും അവരെ തട്ടിക്കറാനും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഇത് വിവരങ്ങൾ പരിശോധിക്കുകയും തെറ്റായ വിവരങ്ങൾ ഒഴിവാക്കാനും പുതിയ വോട്ടർമാരെ ചേർക്കാനും ഒക്കെയുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത്. അതിൽ ഹിഡൻ അജണ്ടകൾ ഉണ്ടാകാം, അത് നമ്മൾ വേറെ കൈകാര്യം ചെയ്യാൻ മതി. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അതിൽ നമ്മുടെ പേര്, വിലാസം, പ്രായം, ഫോട്ടോ ഇതൊക്കെ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരവസരം കൂടിയാണ്. ഫോം 6, ഫോം 7, ഫോം 8 പുതിയ വോട്ടർ പട്ടിക ചേർക്കാനും നീക്കം ചെയ്യാനും തിരുത്താനൊക്കെയുള്ള അവസരങ്ങളാണ്. അതുകൊണ്ട് ഇതൊരു സംവിധാനം ചിട്ടപ്പെടുത്താനുള്ള ഒരു കാര്യമായി നമ്മൾ മനസ്സിലാക്കുകയും അത് കൃത്യമായി പൂരിപ്പിക്കാനൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക. അതിന്റെ ഫോട്ടോയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ സോഷ്യൽ മീഡിയകളിൽ കുറെ മുഫ്തിമാർ വന്നിട്ടുണ്ട്. എവിടെയും ചെവി കാണിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഫോട്ടോ എന്താണ്? ഫോട്ടോ ഓപ്ഷണലാണ്, നിർബന്ധമല്ല, ഓപ്ഷണലാണ്. ഫോട്ടോ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? പേര് ചേർക്കാൻ കഴിയും. വെറുതെ ആളുകളൊക്കെ ഇങ്ങനെ, പല ആളുകളും ഇങ്ങനെ വോയിസ് ഇടാണ്, എന്നിട്ട് ആളുകളാകെ
ബേജാറായി നെട്ടോട്ടോടി ഒരു ഫോട്ടോ കൊടുത്ത ആളിഞ്ഞ് വേറെ ഫോട്ടോ എടുക്കണം. അങ്ങനെയുള്ള ഒരുപാട് തെറ്റായിട്ടുള്ള മെസ്സേജുകൾ ഇങ്ങനെ സമൂഹത്തിൽ പരക്കുന്നുണ്ട്. നമ്മൾ ഏതായിരുന്നാലും എന്ത് ചെയ്യാം, നമ്മൾ നമ്മുടെ കയ്യിൽ കിട്ടിയ ഫോമുകൾ എന്ത് ചെയ്യാം, അത് തെറ്റില്ലാത്ത രൂപത്തിൽ നമുക്കറിയില്ലെങ്കിൽ മറ്റുള്ളവർ സഹായത്തോടു കൂടി പൂരിപ്പിച്ച് അത് കൃത്യമായിട്ട് ആ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുക. ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ പഠിച്ചുകൊണ്ട് തവക്കുൽ ചെയ്യാം. അതാണ് വിശ്വാസികൾ ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള വിശ്വാസികൾ നമ്മയെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയുമായി വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അവന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ രോഗികളായിട്ടുള്ള കുറെ ആളുകളുണ്ട്. രോഗം മൂലം പ്രയാസങ്ങൾ സഹിക്കുന്ന ആളുകൾ. അവരുടെ രോഗം നീ പരിപൂർണമായി ശിഫ ചെയ്തു കൊടുക്കണമേ. ആ രോഗം മൂലം സാമ്പത്തികമായ, ശാരീരികമായ, മാനസികമായ വേദനകൾ സഹിക്കുന്ന ആളുകൾ, അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, ബന്ധുമിത്രാദികൾ, അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളിലും ഇണകളിലും കുടുംബങ്ങളിലും കൺകുളിർമയും സന്തോഷവും സമാധാനവും നീ പ്രദാനം ചെയ്യണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. آمين 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 برحمتك يا أرحم الراحمين.